ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്യൂഷൻ 360യുടെ ഒരു ട്യൂട്ടോറിയലാണ്. നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ലാമ്പാണ്. ഫ്യൂഷൻ 360 ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്കെച്ച് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും വെർട്ടിക്കൽ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഏത് സെലക്ട് ചെയ്യാനും പ്രശ്നമില്ല. ലൈൻ സെലക്ട് ചെയ്യുക. സെൻറ്റർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിനു ശേഷം ഞാൻ 135 എൻ്റർ ചെയ്യും. ഡബിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആവോടെ എഗെയിൻ ഞാൻ വീണ്ടും ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യുന്നു. സെൻറ്റർ പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. 47 ഡിഗ്രി ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ വരച്ചു, ദെൻ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ആദ്യം വരച്ച വെർട്ടിക്കൽ ലൈനിന് ടോപ്പിൽ നിന്ന് വരയ്ക്കുകയാണ്. അത് 23.4 ആണ് വരച്ചിരിക്കുന്നത്. ഡബിൾ എൻ്റർ ചെയ്യുന്നു. പ്ലെയിൻ കമാൻഡ് സെലക്ട് ചെയ്യുന്നു. താഴെയുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റിൽ നിന്ന് ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റിലേക്ക് ഒരു സ്പ്ലെയിൻ വെച്ചൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സ്പ്ലൈൻ കമാൻഡിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റുകൾ അഥവാ ഡോട്ടുകൾ യൂസ് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിഫോർമേഷൻ സെറ്റ് ചെയ്തെടുക്കുന്നു. നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്റ്റോപ്പ് സ്കെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മോഡലിംഗിലേക്ക് 3D പ്ലെയിനിലേക്ക് എത്തുന്നതാണ്. അതിനുശേഷം റിവോൾവ് കമാൻഡ് ചൂസ് ചെയ്യുന്നു. പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫുൾ വരച്ച ബോഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആക്സിസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സെൻട്രൽ ആക്സിസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈൻ സെലക്ട് ചെയ്യുക. 360 ഡിഗ്രി ന്യൂ ബോഡി ഓക്കെ കൊടുക്കുന്നു. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നോക്കുന്നു ഷേപ്പ് നമുക്ക് ഓക്കെ ആണോന്ന്. എനിക്ക് ചെറിയ വ്യത്യാസം വരുത്താൻ ആഗ്രഹമുണ്ട്. സോ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ആദ്യം വരച്ച സ്കെച്ചിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സ്കെച്ച് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് കൊടുക്കുന്നു. വീണ്ടും സ്പ്ലൈൻ്റെ പോയിന്റ്സ്, ഇടയ്ക്കുള്ള പോയിന്റ്സുകളിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമുക്കത് വീണ്ടും ഫിനിഷ് സ്കെച്ച് കൊടുക്കാവുന്നതാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു. ഓഫ്സെറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ടോപ്പിൽ നിന്നും -8 mm താഴേക്കാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. ടോപ്പിൽ നിന്ന് ഞാൻ ടോപ്പ് സെലക്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതിനുശേഷം സ്പ്ലിറ്റ് കമാൻഡ് ചൂസ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ബോഡി എന്ന് പറയുന്ന കമാൻഡ് ചൂസ് ചെയ്തതിന് ശേഷം ഫുൾ ബോഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ക്രിയേറ്റ് ചെയ്ത പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അത് 2 ബോഡിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് ബോഡി ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്ത ബോഡിയുടെ പാർട്സിൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ സ്കെച്ച് ചെയ്യാൻ പോവുകയാണ്. ടോപ്പ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻറ്റർ പോയിന്റിൽ നിന്നും അറൗണ്ട് റേഡിയസ് 32 കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു. ഡബിൾ എൻ്റർ ആണ് ചെയ്യുന്നത്. ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു. എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രൂഡ് കട്ടാണ് ചെയ്യേണ്ടത്. എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യുന്നു, കട്ട് ചൂസ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുന്നതിനേക്കാൾ 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പും ബോട്ടവും സെലക്ട് ചെയ്താൽ മതി. കുറച്ചൊരു ആക്യുറേറ്റ് വേ അതാണ്. അതിനുശേഷം ഞാൻ ആദ്യം ഹൈഡ് ചെയ്ത് വെച്ച ബോഡി 1 ഹൈഡ് മാറ്റുന്നു, അൺഹൈഡ് ചെയ്യുന്നു. ബോഡി 2 ഹൈഡ് ചെയ്യുന്നു. ബോഡി 1ൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെൽ കമാൻഡ് ചൂസ് ചെയ്ത് ബോട്ടവും സെലക്ട് ചെയ്യുന്നു. ഷെല്ലൊരു 1.5 mm തിക്നെസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്തൂടെ ഒരു ഫുൾ ക്യാവിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട് സോളിഡ് ബോഡിയിൽ നിന്നും. വീണ്ടും ഓഫ്സെറ്റ് പ്ലെയിൻ എടുക്കുന്നു.
ബോട്ടം പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. mm ടോപ്പിലേക്ക് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. സ്പ്ലിറ്റ് ബോഡി കമാൻഡ് ചൂസ് ചെയ്യുന്നു. ഫുൾ ബോഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കും. ഇപ്പോൾ വീണ്ടും എഗെയിൻ ഒരു ബോഡി കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 3 ബോഡിയാണുള്ളത്. നമ്മൾ ആദ്യം വരച്ച 1 ബോഡി ഇപ്പോൾ നമ്മൾ 3 ബോഡിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്ലെയിൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ടോപ്പ് ആൻഡ് ബോട്ടം പ്ലെയിനുകൾ ക്ലോസ് ചെയ്തിട്ട് സെൻറ്റർ പ്ലെയിനിൽ വീണ്ടും സ്കെച്ച് ചെയ്യുന്നു. ഫ്രണ്ട് പ്ലെയിൻ ചൂസ് ചെയ്യുന്നു. സ്കെച്ച് എടുക്കുന്നു. പ്രൊജക്ഷൻ എടുക്കുന്നു. പ്രൊജക്ഷനകത്ത് ഫുൾ ബോഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ബോഡി സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ബോഡിക്ക് ചുറ്റും ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബോഡി ക്ലോസ് ചെയ്യുന്നു. ലൈൻ കമാൻഡ് എടുക്കുന്നു. ടോപ്പ് പോയിന്റ് ലൈനിൽ നിന്നും ബോട്ടം ലൈനിലേക്കുള്ള ലൈൻ വരയ്ക്കുന്നു. അത് ആ ബോഡിയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ ലൈൻ കമാൻഡ് ചൂസ് ചെയ്യുന്നു. ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു. 2 ലൈനും കൂടെ പാരലൽ ആക്കുന്നു. പാരലൽ ആക്കിയതിന് ശേഷം തമ്മിൽ ഡയമെൻഷൻസ് ഒരു 6 കൊടുക്കുകയാണ്. ഡിസ്റ്റൻസ് കൊടുക്കുന്നു. അതിന് കുറച്ചുകൂടെ ആംഗിൾ കൂട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തി ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ലൈൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നുണ്ട്. ഫിനിഷ് സ്കെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ബോഡി നമ്പർ 3 അതായത് സെൻട്രൽ ബോഡി അൺഹൈഡ് ചെയ്യുന്നു. അൺഹൈഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എക്സ്ട്രൂഡ് കട്ടല്ല കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സിമെട്രിക് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ബോഡിയുടെ ഔട്ടർ വരെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പം ബാലൻസ് ബോഡി എല്ലാം ഡിലീറ്റ് ആയിട്ട് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോർഷൻ മാത്രം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം പാറ്റേൺ എടുക്കുന്നു. സർക്കുലർ പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. 2 ബോഡി പോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ബോഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം 20 കൊടുക്കുന്നു. ബോഡി സെലക്ട് ചെയ്യുന്നു. 20 കൊടുക്കുന്നു. ആക്സിസ് ആയിട്ട് സെൻട്രൽ ആക്സിസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും പാറ്റേൺ എടുക്കുന്നു. സർക്കുലർ പാറ്റേൺ എടുക്കുന്നു. ബാലൻസ് ഉള്ള ഒരു ബോഡി ഉണ്ട്, അതുകൂടെ സെലക്ട് ചെയ്യുന്നു. ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ് സെലക്ട് ചെയ്യുന്നു. കൊടുക്കുന്നു. എനിക്ക് 20 പീസാണ് ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുന്നു. നമ്മുടെ ബോഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം അൺഹൈഡ് ചെയ്യുന്നു. നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയി. നമ്മുടെ ലാമിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ വയർ ഫ്രെയിം ഓഫ് ചെയ്തതിന് ശേഷം ഷെയ്ഡഡ് മാത്രമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യൂ കറക്റ്റാണ്. ഒരു 3D വ്യൂവിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഗ്രിഡ് ലൈൻ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ലാമ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പാർട്ട് 2-ൽ ഞാൻ ലാമ്പിൻ്റെ ഹോൾഡറും ബൾബും ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഔട്ടർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യുകയാണ്. ലാമ്പെന്ന് ന്യൂ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഫ്യൂഷൻ 360 എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. Day 5